ഫ്രെസ്കോ ലാബ് ഉപ്പും മുളകും തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 6:30 ഫ്ലവേഴ്സിൽ. ഞാൻ പോയപ്പോഴോ കേട്ടാ അറിയാൻ ക്ഷീണിച്ച ആ ഗ്ലാമറൊക്കെ അങ്ങ് പോയി കേട്ടാ. വർക്കൗട്ടൊന്നും ഇല്ല ഇപ്പം. ഉള്ളവർക്ക് തന്നെ ഇവിടെ ചെയ്യാൻ വയ്യ. എന്താ അറിയാ, കാസർഗോഡ് ദൂരമുള്ള യാത്ര ഉണ്ടല്ലോ. ആവിഞ്ഞ മനുഷ്യന്റെ ആവിയെടുത്ത് ചൂട്. വിശപ്പാ പറയും വേണ്ട, ഭയങ്കര വിശപ്പ്. അത് നിനക്ക് പണ്ടേ ഇല്ലല്ല. അതളിയാ എന്താന്നറിയാ, ഒരു മതി ചിരിച്ചോണ്ട് അല്ലയാ വിശപ്പിന്റെ വില അളിയൻ അറിഞ്ഞാത്തോണ്ടാണ്. ഫോണിലേ വാലു, ഫോണിലേക്ക് സൈറ്റിൽ സാധനം ഒരുങ്ങി പോകേണ്ടി വരും. ആണോ? ഓ അമ്മോ, ഞാൻ പോയിട്ട് വരാം കേട്ടാ. എവിടെ പോണു? സേവാന്തരം വരെ പോണം. ആ, എപ്പോ വരും? 1 മണിക്കൂറിനുള്ളിൽ വരും. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ വരണം. വൈകുമെങ്കിൽ അത് പറഞ്ഞിട്ട് വേണം പോവാൻ. അറിയാലോ അല്ലെങ്കിൽ വന്നില്ലെങ്കിലേ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എൻ്റെ ട്യൂഷൻ സെന്ററിൽ ഉഷ ചേച്ചി വിളിച്ച് ഞാൻ പറഞ്ഞോളാം. എന്റെ പൊന്നച്ചാ വേണ്ട. അമ്മ, ഞാനും ചിറ്റപ്പനും സെറ്റായി. സെറ്റായെന്നാ? എന്ത് സെറ്റായി? അതെ ചേട്ടത്തി, എൻ്റെ പിള്ള എൻ്റെ അടുത്ത് നേറ്റിങ്ങിற കടയിലാണ് കുറച്ച് ദിവസം വന്ന് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പിള്ള? ഈ പിള്ള. എന്നിട്ട് ഞാനും അവനും കൂടെ കടയിലെ മൊത്തം അറേഞ്ച്മെന്റ്സ് മാറ്റും. പുതിയ സ്റ്റോക്ക് കൊണ്ടുവരും അല്ലേ മക്കളെ? അതെ അമ്മ, നോക്കിക്കോ അമ്മ. 2023 തീർന്ന് 2024 ആകുമ്പോഴേക്കും ചിറ്റപ്പന്റെ കട ഞാൻ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് ആവും. അതെന്റെ ശബ്ദമാണ്. ഉള്ള കട പൂട്ടി ചിറ്റപ്പൻ വീട്ടിലിരിക്കാതിരുന്നാ ഭാഗ്യം. എന്താന്ന് എന്താ പറഞ്ഞ? അല്ല, ഉള്ള കട പൂട്ടിയേ ചിറ്റപ്പൻ വീട്ടിലിരിക്കാതിരുന്ന ഭാഗ്യം. സുരേന്ദ്ര, ഓ നീ എവിടെ ഇവന് ഒരു യോജിച്ച പെണ്ണെ കണ്ടെത്തി കെട്ടിച്ചു വിടറാ. പിന്നെന്ത്? ആ, അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അത് സാധിച്ചു തരുമോ? എന്താണ് എന്തോന്ന് എടുത്ത് പറ. അവിടെ ചെല്ലുമ്പോ എന്റെ കൊച്ചിന്റെ ഈ തലമുടി അങ്ങ് വെട്ടി ക്ലീൻ ആക്കി ഒന്ന് വിടാൻ പറ്റും. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എന്തോന്നമ്മ? എന്താ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞൂടെ? എന്തോന്ന് പറഞ്ഞോണ്ടിരിക്കുക അമ്മ? എന്തോ ആഗ്രഹം പറയണത്? അല്ലാട്ടെ, ഇതിപ്പോ എല്ലാവർക്കും കണ്ടും മടുത്തു. പിന്നെ ഈ ഫാഷനൊക്കെ ഇപ്പൊ ഓൾഡ് ഫാഷൻ ആയല്ലോ. ഒരു ചേഞ്ചിന് വേണ്ടിട്ട് നമുക്ക് എനിക്ക് ചേഞ്ച് ആഗ്രഹം ഇല്ലെങ്കിലും അച്ഛനൊരു കാര്യം അറിയോ? എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നോട് ചോദിക്കും, നിന്റെ ചേട്ടന്റെ തല അത് വിഗ അതാ ഒറിജിനൽ ആണെന്ന്. ഞാൻ പറയാൻ നേരിട്ട് ചോദിക്കാൻ പറ. എന്റെ സുരേന്ദ്ര, ഞാനൊരു കാര്യം പറയട്ടാ, മുടി വെട്ടാതെ ഞാൻ ഒരിക്കലും എഴുന്നേറ്റം പിടിക്കില്ലോട്ടാ. എന്റെ പിള്ളേരെ മുടിയാണ് അയച്ചിരിക്കാം. ഇങ്ങനെ എങ്ങനെയെങ്കിലും അവനെ മുടി വെട്ടിക്കാൻ നോക്കുമ്പോ ഇങ്ങനെ കൊണ്ട് ഇടങ്കോളിടണ. ജീവിതത്തിൽ ആകപ്പാട് ഒരു മാനക്കേട് പറഞ്ഞാൽ ഈ മുടിയാണ്. എന്ത് മാനക്കേട്? ആ മാനക്കേട് ഇടടാ. ആ മതി നിർത്ത്. ഇനിയിപ്പോ മുടിയെ പറ്റി 1, 2, 3 പറഞ്ഞാൽ അത് വഴക്കാവും. അതിന് അതോടെ അവസാനിപ്പിക്കും. ഞാൻ എപ്പോ ഈ മുടിയുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഇതുപോലെ കയറി ഇടക്കയറുന്നു ഇല്ലാതാക്കളെ. എന്തിനാ നീ മുടി വളരണോണ്ടല്ലോ അവൻ വളർത്തുന്നത്. അവൻ വളർത്തിട്ടെന്ന്. നിനക്ക് ഇതൊക്കെ ഒരു കൗതുകം അറിയിക്കട്ടാ. എനിക്കൊരു വക്കൽ കൂനവനാണ് എനിക്ക് തോന്നുന്നത്. അമ്മ, നമുക്കൊരു കാര്യം അറിയോ? കുഴിപ്പടത്തെ വീട്ടിലെ ചേട്ടന്റെ മുടിയെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ചർച്ചയുണ്ട്. അച്ഛാ, ആ കുഴിപ്പള്ളത്തിൽ ആര് ചർച്ച? കുഴിപ്പടത്തെ അമ്മയ്ക്ക് ചേട്ടന്റെ മുടി കാണാൻ പേടിയാണെന്ന്. കുഴിപ്പള്ള അമ്മയ്ക്ക് മാത്രമല്ല പേടി, ഇവിടെ നോർമൽ ജനങ്ങൾക്കെല്ലാം പേടിയാണ്. ഈയിടയ്ക്ക് സെക്കൻഡ് ഷോ കഴിഞ്ഞ് രാത്രി വന്ന് കയറിയപ്പോഴേ പിറ്റേ ദിവസം ഞാൻ ജംഗ്ഷനിൽ ചാവടിക്കാൻ പോകുമ്പോൾ അങ്ങനെ പറഞ്ഞു ഇവിടെ മാറിന്റെ മഴയുടെയൊക്കെ സഞ്ചാരം ഉണ്ടെന്ന്. അച്ഛോ, ഈ നോർമൽ ജനങ്ങൾ, അതായത് മനുഷ്യന്മാരൊന്ന് കാണിച്ചു തരാമോ? ഈ നോർമൽ ആയിട്ടുള്ള ഒരാളൊന്ന് കാണിച്ചു തരാമോ? ഒരാളല്ല, ഇപ്പൊ ഒരു 1, 2, 3, 4, 5, 6 പേരുണ്ട്. കാണിച്ചു തരാം. ക്യാഷ് വേണ്ട. സുരേന്ദ്ര, വീട്ടിൽ വരുമ്പോഴേ അവനെ പിടിച്ച് അച്ഛൻ്റെ മുമ്പ് ഇട്ട് പറഞ്ഞേ. പണ്ട് നീ മുടി നീട്ടി വളർത്തിട്ട് വേണ്ട 1 വർഷം വരെ വീട്ടിൽ അച്ഛനെ കാണാതെ കറങ്ങിടുന്ന ഓർമ്മയുണ്ട? അച്ഛനെ കണ്ടപ്പോ എനിക്ക് അടിയിട്ടൊന്നും ഓർമ്മയുണ്ട? കെട്ടിയിട്ടല്ലേ അടിച്ചത്? അതുപോലെ കെട്ടിയിട്ട് അടിച്ചാ മതി. മതിയാ അടിക്കാൻ ഞാൻ? ആമ്മ, അമ്മയും കൂടി പറയാനുണ്ടായിരുന്നുള്ളൂ. സന്തോഷമായി. ബാ, കെട്ടിയിട്ടടിക്കാൻ ബാ. എന്തായാലും എന്റെ പിള്ള ഇത്രയും കാലം മുടിവെട്ടാ നടത്തണ്ടേ, അതൊരു അത്ഭുതമാണ്. ഭയങ്കര അത്ഭുതം. 8ാമത്തെ അത്ഭുതം ലോകത്തെ. അമ്മ ഒന്ന് ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് മുടിവെട്ടുന്ന കാര്യം എപ്പോ പറഞ്ഞാൽ അവന്റെ അമ്മയെ കൊണ്ടാ വലിഞ്ഞളായി. പിന്നെ നീ എന്തിനു പറയാൻ പോണെന്ന്? പിന്നെ എന്തിനു പറയാൻ പോണെന്ന് പറയണ്ടേ? അവന്റെ ആഗ്രഹത്തിന് വിട്ട് നടക്കട്ടെ. ഇങ്ങനെ ചപ്പറ ഇതായിട്ടാ തെയ്യമായിട്ടാ അതൊരു ഭംഗിയില്ലേ? നിനക്ക് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലടേ. ഇല്ലാത്തവനെ അറിയാവിടെ എന്റെ വിഷമം. അത് കറക്റ്റ്. മാറി അങ്ങോട്ട്. എന്താ പറയണ്ടെന്ന് പറഞ്ഞ പറ. എന്തോ നമ്മ അച്ഛനാണ് മുടി വെട്ടിക്കാൻ വേണ്ടിട്ട് ഒരു കാരണം നോക്കിയിരിക്കായിരുന്നു. അതിനെ കൂടെ എടുത്തിട്ട് കൊടുത്തല്ല. അയ്യോ, ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അത് പോട്ടെ, അത് വിട്. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഡിസംബർ അല്ലേ വരാൻ പോണേ? അപ്പൊ ഈ വർഷം അങ്ങ് തീരുകയല്ലേ? അപ്പൊ ഈ വർഷം മുടി വെട്ടണില്ലേ? നമുക്ക് അടുത്ത ഡിസംബറിൽ പിടിക്കാം. ഈ ഡിസംബറിൽ അങ്ങ് പോട്ടെ.
എന്റെ പൊന്നു ലച്ചു ഇതിന്റെ ഇടയ്ക്ക് എരുതി കൂടി എണ്ണ ഒഴിക്കല്ല പ്ലീസ്. എന്താണ് വീണ്ടും മുടിയുടെ ചർച്ച തന്നെ? എൻ്റെ പൊന്നു മക്കളെ, നീ മുടി വെട്ടാത്തതിൽ അണ്ണന് നല്ല ദേഷ്യമുണ്ട്. ദേഷ്യമല്ല, കലിപ്പ്, കട്ട കലിപ്പ്. പിന്നെ ഒരു വഴക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനൊന്നും മിണ്ടാണ്ടിരുന്നത്. എടാ മക്കളെ, നീ ഏതാണ്ട് ഒരു 10 വർഷം ആയില്ലടാ മുടി വെട്ടാതായിട്ട്. എന്റെ പൊന്നു ചിറ്റപ്പ ഇതും കേട്ടോണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും. വന്ന് ഇത് കേട്ടോണ്ട് വരും, അങ്ങനെ വായിട്ടിളക്കും, പിന്നെ സംസാരം നിർത്തൂല. ഈ ആഴ്ച മൊത്തം നിന്റെ മുടിയെ പറ്റി സംസാരിക്കും. ഇല്ലടാ തന്തേമെന്ന് പറയണടാ. അത് കേട്ട് ചിരിക്കാൻ വേണ്ടി ഒരു തള്ളയും ചിരിച്ചല്ലോ ഞാൻ. ബാലു, എന്റെ കഷ്ടകാലത്തിന് ഞാനത് പറഞ്ഞുപോയി. ഞാൻ അതും പറയും അച്ഛനും മുന്നും കൂടെ തല്ലുപിടിക്കാൻ നിൽക്കണ്ട. അതങ്ങ് വീട്, പ്രശ്നം തീർന്ന്. നീക്ക ചിറ്റപ്പനും ഇവിടെ നിൽക്കണ. നിങ്ങൾ പറഞ്ഞോട്, അവന് മുടി വെട്ടാൻ വേണ്ടി പറഞ്ഞോട്. ഡേയ് മുടി വളർത്തുന്നത് അവന്റെ ഇഷ്ടം, നമുക്ക് എങ്ങനെ പറയാൻ പറ്റും മുടി വെട്ടാൻ? അതെ, പണ്ട് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോണ്ട് വരുമായിരുന്നല്ല. അപ്പൊ നീയൊക്കെ പറഞ്ഞില്ലേ, നിർത്താൻ പറഞ്ഞില്ലേ? എന്തുകൊണ്ട് ഞാൻ നിർത്തിയത് പറ. അപ്പൊ എനിക്ക് നിർത്താൻ പറ്റുമല്ല അല്ലേ? അച്ഛാ, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? അച്ഛൻ കഴിച്ചോണ്ട് വരുമ്പോ ഞങ്ങൾക്ക് ശല്യമായിരുന്നത്. ഇത് ശല്യം തന്നെ. ഇത് ഞങ്ങൾക്ക് മാത്രം, നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക്, ലോകം മൊത്തം ശല്യം തന്നെ. ഈ ചപ്പത്തരം കൂടി എന്താ ശല്യം? അച്ഛൻ പുറത്തിറങ്ങി നോക്കിയേ, ഇപ്പൊ മുടിയും താടി നീട്ടി വളർത്തി ഇഷ്ടം പോലെ ആൾക്കാർ നടക്കുന്നുണ്ട്. നീ അച്ഛൻ പറയാനൊക്കെ മറുപടി പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നില്ല, പിന്നെ വഴക്കിൽ കലാശിക്കും. നിർത്തി എവിടെയെങ്കിലും പോ, ചെല്ല അപ്പുറത്തോട്ട് പോകും. പോനാ അണ്ണാ സുരേന്ദ്ര, നീ കേള്. യവന് വന്ന് എത്ര ബന്ധങ്ങളെന്നറിയാൻ പോയത്. യവന്റെ ഈ മുടി എന്നെ പേടിച്ചിട്ടാണ് പോയത്. സത്യം എന്നോട് മക്കളെ. ഇല്ലെങ്കിൽ അതിനൊന്നും താല്പര്യമില്ല അപ്പൊ എനിക്ക്. അയ്യാ, താല്പര്യം ഉണ്ടെങ്കിൽ അവരെല്ലാം ബൊമ്മക്കളന്ന് തല കെട്ടി വെച്ചാൽ. അച്ഛൻ എന്തോന്ന് വെച്ചാ വേണ്ടത്? നിന്റെ മുടി ഇപ്പൊ വിടണം. പറ്റുമോ മക്കളെ? പറ്റുമെങ്കിൽ പറ്റൂന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇല്ലെന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞ എതിർത്തോടെ അവനോട് ജീവിക്കാൻ പറ്റുമോ? ചേട്ടാ, എന്തായാലും ചേട്ടൻ മുടി വേണം. അപ്പൊ അച്ഛന്റെ സമാധാനത്തിന് വേണ്ടിട്ട് ചേട്ടന്റെ ഡേറ്റ് പറ. എന്റെ സമാധാനത്തിന് മുടി വെട്ടാനാ? എന്തോന്ന് കുഴപ്പമുള്ള കാര്യം പറയണേ? അച്ഛാ, ഇപ്പൊ തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ ബാലു പറ്റും? ആ സംഗതി അങ്ങ് അവള് തണുപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് ശരിയാവൂല. എവക്കിട്ട് ഞാൻ അടി കൊടുക്കും. ഒറ്റ ഒരുത്തരില്ലാതാക്കണം. ഈ പ്രായത്തൊക്കെ നല്ല ക്രാപ്പ് ഓടിച്ച് നല്ല ക്രാപ്പ് പോട്ട് നന്നായിട്ട് വെട്ടി നല്ല രസമായിട്ട് പോകേണ്ട പിള്ളേരെ. 3 വയസ്സാകാൻ ക്രാപ്പൊക്കെ കേട്ടെ. ക്രാപ്പ് ഇതെന്നാ ചേട്ടത്തി ഒന്ന് മര്യാദ ചേട്ടത്തി. 3 വയസ്സാടി നീ മര്യാദ ഇത് പോ. ഇത് കണ്ട ഇത് രസമായിട്ട് അങ്ങനെ വെട്ടിക്കുന്നത് ഞാൻ കണ്ട. എന്നെ കണ്ട, കേശുവിനെ കണ്ട. ബാലു, ഈ പ്രായം എന്നൊക്കെ പറയുമ്പോ അവരുടെ ഇഷ്ടത്തിനല്ലേ അവർക്ക് മുടി വെട്ടാൻ പറ്റുള്ളൂ. ഈതോമാര് വക്കോൽത്തൂർ അങ്ങൂല്ല ഇഞ്ഞൂല പാടും പടക്കും പിടിച്ച് കിടക്കണത്. ചുമ്മാ ഞാൻ മാടൽ മറന്നാണ് ആൾക്കാർക്ക് നാട്ടിൽ വിളിക്കുന്നത്. നാട്ടുകാരല്ല, അച്ഛൻ തന്നെയല്ലേ വിളിക്കണത്. മക്കളെ, അച്ഛൻ പറയുന്നതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ മുടിയൊക്കെ എല്ലാരും മനുഷ്യന് വെട്ടുന്ന കൊല്ലത്തിൽ നീ വെട്ടിയാ ഇതൊന്നും പറയില്ല. ഇതെന്തോന്നറ ഇത്? മക്കളെ, നീ ഒരു ഡേറ്റ് പറ. മുടി വെട്ടണമെന്നൊന്നുമില്ല, പറ. എന്റെ പൊന്നാണ്, നിങ്ങളൊന്ന് മര്യാദക്ക് ഇരിക്കണ. അവൻ കുറച്ച് കഴിയുമ്പോൾ തണുത്തോളും അല്ലേ ചേട്ടത്തി? ഇല്ല, ഇത് തിളയ്ക്കാൻ സാധ്യതയുണ്ട്. തിളക്കാണ്. എന്താ നീ പോയില്ലേ? അച്ഛാ പോയി. അപ്പൊ പോകുന്ന വഴി ഉച്ചേച്ചി വിളിച്ച്. ഉച്ചേച്ചി വേറെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു നേരത്തെ വിളിച്ചത്. അപ്പൊ ആ കാര്യം റെഡിയായെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ തേരാപാല നടന്നു കേട്ടാ. ആവശ്യത്തിൽ കൂടെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടല്ലോ. തലയെടുത്തത് കയറി പറഞ്ഞ കേട്ടില്ലെങ്കിലേ തലയടിച്ച് തിരിച്ചളയും. തലയടിച്ച് തിരിച്ചളഞ്ഞു പറഞ്ഞ കേട്ടില്ലെങ്കിൽ എന്തുറ്റാ എന്ത് മാറ്റി? നീ എന്തിനാ അവനെ വില പറഞ്ഞത്? മുടി വെട്ടാത്തതിന് ഇവന്റെ അടുത്ത് വില കുറഞ്ഞ വല്ലതും ശരിയാവോ? എടാ, അവൻ പരിവായില്ലടാ. പറഞ്ഞാൽ കേക്കുവാ വായി. ഇത്രയും വർഷം കാണിക്കാതെ നിർബന്ധം നീ ഇപ്പൊ കാണിച്ചാ വല്ലതും നടക്കുവാണാ? പിന്നെ ഞാൻ ചത്തിട്ടാ? ആര് പറഞ്ഞാൽ കേൾക്കൂലെന്ന് പറഞ്ഞാ? ഞാൻ മുടി വെട്ടിയ വീട്ടിലെല്ലാം പ്രശ്നം അങ്ങ് തീരുവോ? ഏകദേശം പ്രശ്നം തീരൂടാ ചിറ്റപ്പാ. അപ്പൂപ്പാ, അതെ, വേറൊന്നുമല്ല. എനിക്ക് മനസ്സിൽ ഫ്യൂച്ചറിലോട്ട് 1, 2, 3 പ്ലാൻസ് നടത്താനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി വെട്ടു. ആദ്യം ഞാൻ ചാവണം. അടുത്ത പ്ലാൻ എന്താണ്? അച്ഛൻ ഈ വർത്താനമാണ് അച്ഛൻ നിർത്തേണ്ടത്. മക്കളെ, അവൻ അവന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറയാണ്. നീ അത് കേൾക്കണം മക്കളെ. കേട്ടിട്ട് ഇയാൾ എന്തരോ പറയണ്. എന്താ ഭാഗത്തിൽ അങ്ങ് പോകണം. ഞാൻ പറഞ്ഞില്ലേ, ബാലു നിർത്തൂല. കുട്ടമ്പള നമ്മളെ എടി നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഇവ മുടി വെട്ടി കാണണമെന്ന്. അത് പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവന്റെ ആഗ്രഹം നമ്മൾ നോക്കണ്ടേ. എടാ, ഇത്രയും വർഷം പനങ്കല പോലെ വളർത്തിട്ട് നിന്റെ ആഗ്രഹം തീർന്നില്ലടാ. എന്ന് അഴിച്ചു വയ്ക്കോടാ നിന്റെ കിരീടം. എന്തൊരു കഷ്ടമാണ്. കുറച്ച് നാളായിട്ട് അച്ഛന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും തുടങ്ങിയാ വലുതായി നോക്കൂല, അടിച്ച് ഉരുട്ടിക്കളെ. ഞാൻ വർത്താനം വിട്. ഇത് പഴയ കാലമൊന്നും അല്ല കേട്ടാ. തന്റെ തിരിച്ചുള്ള കാലമല്ലേ, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛാ, അച്ഛൻ ധൈര്യമായിട്ടേ മുടി ചേട്ടൻ അടുത്ത വർഷം ജൂണിനുള്ളിൽ മുടി വെട്ടിയിരിക്കും. എടാ, ജൂണിൽ വെട്ടൂല, ആഗസ്റ്റ് സെപ്റ്റംബറിൽ വെട്ടൂല. അവന് പെണ്ണും കിട്ടൂല. ഇവ തെണ്ട് തിരിച്ച് പ്രാന്തനെ പോലെ ഉത്തുവാലെടുത്ത് തലഞ്ഞ് ഇരിഞ്ഞ് ഇങ്ങനെ നടക്കും. അല്ല, ജൂണിൽ എന്ത് പ്രത്യേകത? അല്ല, ജൂണിൽ തന്നെ പ്രത്യേകത ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. അങ്ങ് പറഞ്ഞൊന്ന് നീ കാര്യം വെക്കണം. എനിക്ക് ഇഷ്ടമുള്ളപ്പോ മുടി വെട്ടിയാൽ മതി. പറ്റൂല. കണ്ടാ കണ്ടാ
ഇത് കേട്ടല്ലാണ് പിള്ളേർ പഠിക്കുന്നത്. ഇതാണ് ഞാൻ പറയാൻ ഒരു വിലയില്ലാത്തത്. അച്ഛൻ പറയണ ഞാൻ ഇന്ന് തന്നെ മുടി വെട്ടണം എന്നാണ്. അയ്യോ, നാളെ പറഞ്ഞാലും നീ നേരെ പറയുള്ളൂ. എടാ, നീ നിന്റെ ഹെഡ് ഇതാണ്, നീ അങ്ങ് ഉറപ്പിച്ച്. അതാണ് നിന്റെ പ്രശ്നം. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഇല്ലേ? ഉണ്ടെണ്ണ, ഞാൻ ഇവിടെ നാട് വിട്ട് പോകണം, എന്നിട്ട് മുടി വെട്ടിയതിന് ശേഷം തിരിച്ചു വരണമെന്ന് പറയണം. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ചു വരുള്ളൂ. എന്നാ മുടി വെട്ടും, അതിപ്പോൾ ഉടനെ ഉണ്ടാവും. ആ കണ്ടാ, മുടിയിട്ട് കുലുക്കി കുലുക്കി വെളിച്ചപ്പെടുന്ന പോലെ പോയണ്ട. എന്തിനാ ബാലു എല്ലാവരും മുമ്പ് വെച്ച് അവനിങ്ങനെ എപ്പോഴും വിഷമിപ്പിക്കണേ? അച്ഛാ, ഈ കുഴിപ്പണത്തെ അമ്മ എന്താണ് അവിടെ വന്നിരിക്കണേ? ആ, ഇപ്പോഴേ ഇവിടെ മരത്തണല്ലേ ഇരുന്ന് നിന്നൊക്കെ ശീലിക്ക്. കുറച്ച് കഴിയുമ്പോഴേ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. ആ സമയത്ത് ഈ മരത്തണലെല്ലാം ഉപകരിക്കും നമുക്ക്. നീ എന്തൊരു വർത്താനോടെ പറയണത്? പിള്ളേരെ കാര്യത്തിലേ കൂടുതൽ കടമെടുത്തൊന്നും പിടിക്കല്ലേ. ആര് കടുപ്പെടുത്താൻ പിടിച്ച്? വർഷങ്ങൾ രാക്ഷസന്മാരെ പോലെ മുടി വളർത്തിക്കൊണ്ട് നടന്നിട്ട് ഞാൻ വെട്ടെന്ന് പറയുമ്പോൾ അവൻ കേൾക്കില്ലല്ലോ. അപ്പൊ ഞാനാ അവനാ കടുപ്പെടുത്താൻ പിടിക്കണത്? താണ്ടവണ് രണ്ടെണ്ണം. ആ പറയാ, തള്ളക്കളി ഉണ്ടല്ലേ. ഇവിടെ നിക്കണേ? അല്ല, എല്ലാരും ഇവിടെ നിക്കണ എന്താന്ന്? എനിക്ക് അകത്തിരുന്ന് ഭയങ്കര ചൂട്, അതുകൊണ്ട് ഇതിരി ഇവിടെ നല്ല കാറ്റുണ്ട്. നിങ്ങൾ കാറ്റുള്ള വന്നേണോ? അച്ഛാ, വേറെ നല്ലൊരു ദിവസമായിട്ട് മൂടുകളല്ലേ തന്നെയാടേ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്ത് പറഞ്ഞാലും അത് നിങ്ങളെ മൂട് പോവും. ചർച്ച ഇപ്പൊ പുറത്താക്കിയോ? ഇത്തിരി സ്വൈരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അകത്തുനിന്ന് ഇവിടെ വന്നത്. അപ്പൊ എല്ലാം കൂടെ കൂടി കിടത്തോണ്ട് ഇങ്ങോട്ട് വന്നേക്കും. അണ്ണാ, ഇനിയിപ്പോൾ ചർച്ച ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവന് ഇഷ്ടമുള്ളപ്പോൾ മുടി വെട്ടിട്ടെന്നേ, അതിൽ എന്തൊക്കെ ഭവിഷ്യത്തുണ്ടോ അവൻ തന്നെ അനുഭവിക്കട്ടല്ല. അവന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഒരു അച്ഛൻ നിലയ്ക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? അച്ഛാ, അത് കറക്റ്റ് കേട്ടാ. ചേട്ടൻ ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. ദോ നിൽക്കണേ പൊന്തക്കാട് പറ്റി, ഇനി കാണുന്നതേ പിടിക്കണില്ല. മക്കളെ മുടിയാ എടാ. ആ, ഇപ്പം അവൻ്റെ പേരേ മുടിയെന്നായി. ഞാൻ ഇവിടെ നിന്നാ നമ്മളെ വിളിച്ച് പറയും, ചിലപ്പോൾ കൈയും വയ്ക്കും. അപ്പൊ പോണ പോക്ക് കണ്ടാ അറിയാലോ എന്നെ ഒരു ലോഡ് കുറ്റം പറഞ്ഞിട്ടാണ് പോണത്. എടാ, കുറ്റമൊന്നും പറഞ്ഞില്ല, മുടിയുടെ കാര്യം പറഞ്ഞിട്ട് പോയതാ. വെക്കളേ, ഞാൻ ഒരു കാര്യം പറയണ്ട. നിനക്ക് മുടി വളർത്തി കൊതി ചെയ്തെങ്കിൽ ഇതങ്ങ് വെട്ടിക്കളാ. എന്തിന് വെറുതെ വീട്ടുകാരെയും നാട്ടുകാരെയും വിട്ട് പറയിപ്പിക്കുന്നത്? എന്റെ പൊന്ന് ശങ്കര, അപ്പൊ വീട്ടുകാരുടെ കാര്യം എനിക്ക് മനസ്സിലായി. നാട്ടുകാരെന്ത് പറയണ്? നാട്ടുകാരെന്താണ് പറയണെന്നെ? എൻ്റെ പൊന്നു മക്കളെ, അച്ഛൻ പറയണതിലും കാര്യമുണ്ട്. നമ്മുടെ സമൂഹമൊക്കെ വളർന്നിട്ടുണ്ട്, പക്ഷേ ഇനിയും പല കാര്യങ്ങളിലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് കറക്റ്റാണ് ചേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് ചേട്ടൻ ഒരു പെണ്ണ് കാണാൻ പോയെന്നിരിക്കട്ടെ, അവിടെ പോകുമ്പോൾ ചിലപ്പോൾ പെണ്ണിന് മുടി ഇഷ്ടപ്പെടും, അവിടുത്തെ കൊച്ചു പിള്ളേർക്കും മുടി ഇഷ്ടപ്പെടും, പക്ഷെ അവരുടെ വീട്ടുകാർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള വീട്ടുകാരുടെ മകളെ എനിക്ക് കെട്ടിച്ചേരണ്ടാ. ചേട്ടൻ ഇങ്ങനെ പിടിവാശി പിടിച്ചു വന്നോ? ഞങ്ങൾക്കൊന്നും പറയാനില്ല. എടി, ഇത് എന്റെ പിടിവാശിയല്ല, ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണ്, എന്റെ ആവശ്യമാണ് കേട്ടാ. വെറുതെ ആരും നീ അതുവേണ്ടി ചർച്ച ചെയ്യണ്ടെന്നേ. ഈ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അവന് തോന്നുമ്പോൾ അവൻ മുടി വെട്ടും. എന്നിട്ട് നമുക്ക് പോലും ചെയ്യാൻ പറ്റുമോ? അതങ്ങ് വിട്, ഞാൻ എൻ്റെ പുറകെ കിടക്കാണ്ട്. കേശുവേ, നീ വരുന്നുണ്ടെങ്കിൽ വാ. ഇഷ്ടം പോലെ ജോലി എടുക്കുന്നു, വെറുതെ സമയം കളയണ്ട്. വാടാ. എടാ സുരേന്ദ്ര, ഞാൻ മിക്കവാറും ഇന്ന് തന്നെ നാട്ടിൽ പോകും കേട്ടാ. ആരുനാട് പോകും. അത് തന്നെയാണ് ഞാനും ആലോചിക്കണത്. ഞാനും വരാം. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിലങ്ങ് ബുക്ക് ചെയ്യാം. അത് മതി, വാ. ഇവിടെ നിന്നാ ശരിയാവും. നീ കണക്കെഴുതണ കഥ എഴുതണ? ഭയങ്കര സ്പീഡ് എഴുതുന്നു. കഥ എഴുതണ? എനിക്ക് ഒരുപാട് കഥകളുണ്ടല്ലോ എഴുതാൻ. കഥയുടെ പേരറിയാമോ? മാടന് ഉറങ്ങുന്ന വീട്. മാട ഉറങ്ങുന്ന വീടാ? അതാര്? മുടിയൻ. ഓ പോ, നിനക്കിന്ന് വെറുതെ പോണ്ടേ? അല്ല, പോവാൻ സ്ഥലമൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ മൂടില്ലല്ലോ. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അതിലൊക്കെ ഞാൻ ഉഴപ്പൂന്ന് അപ്പൂപ്പിന് തോന്നുന്നുണ്ടോ? എന്നോ അങ്ങനെയാണോ? ആ, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടേ. ചെയ്താ? ഓ, 4 മണിക്കാണ്. അപ്പോൾ ഒരു 9:30 ആകുമ്പോൾ അവിടെ എത്തും. അതുവഴി എനിക്ക് നേറ്റിങ്ങിനും പോവാം, നിങ്ങൾക്ക് ആരനാടും പോവാമല്ലോ. അത് മതിയടേ. ബാലു, ഞങ്ങൾ ഇന്ന് പോവും കേട്ടാ. ഓ ചിറ്റപ്പാ, അപ്പൊ നിങ്ങൾ ഇന്ന് പോവാണോ? ഓ, അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇന്ന് പോണ മുമ്പ് ഒരു അടിപൊളി കാഴ്ച കണ്ടിട്ട് നോക്കൂ. കാഴ്ച? എന്തോന്ന് കാഴ്ച? കെട്ടുകാഴ്ച. അപ്പൂപ്പാ, ഞാൻ ഇന്ന് എന്റെ മുടി വെട്ടാൻ പോണ കേട്ടാ. മുടി വെട്ടാൻ പോടാ? സത്യമായിട്ടോ? ചേട്ടായി, ഡേ, കുറെ വർഷമായില്ലേ, അതുകൊണ്ട് മുടിയായിട്ട് കുറച്ച് ആത്മബന്ധമായി പോയി. ഇത് മുടി വളർത്തുന്നവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിന്റെ വിഷമമായി.
എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ പറഞ്ഞായിട്ട് നീ മുടിയൊന്നും വെട്ടണ്ട. നമ്മളൊക്കെ പറയാ ആൾക്കാരാണ്, ഇങ്ങനെ പലതും പറയും, വിഷമൊന്നും പലതും പറയും, പ്രത്യേകിച്ച് മക്കളെ കാര്യത്തിൽ. മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെട്ടാതെടാ നീ. പാറുപറഞ്ഞ് നീ മുടി വെട്ടാൻ പോവാണ്. ഞാൻ ആലോചിച്ചിട്ട് തന്നെ അമ്മ പറയണത്. പിന്നെ നമ്മുടെ ഒപ്പമുള്ളവരുടെ സന്തോഷമാണല്ലോ എൻ്റെയും സന്തോഷം. എല്ലാത്തിനും സമയം തോന്നണമ്മ. എന്ത് വേണം അയക്കോ, ഇതെല്ലാം ചെയ്ത് കൂട്ടിട്ടെ വിഷമിച്ചിട്ട് തള്ളേ മക്കളും കൂടെ എന്നെ കൊല്ലാകൊല്ല ചെയ്യാൻ വേണ്ടി വരരുത്. പിന്നെ മോന് വേണ്ടി എപ്പോഴും പൂങ്കണി ഒരുക്കാൻ വേണ്ടി ഒരു തള്ള നോക്കിയിരിക്കുകയാണ്. ചേട്ടാ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കണ്ട, ഒന്നും കൂടെ നന്നായിട്ട് ആലോചിച്ചിട്ടൊക്കെ മതി. എടി, ഇത് ഞാൻ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ഇനി മേലെ ജീവിതത്തിൽ ഞാൻ മുടി വളർത്തില്ല, പോയി വെട്ടിയിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. കേശുവേ, നല്ല ഉറച്ച തീരുമാനമാണത്. ഞങ്ങൾ വന്നപ്പം തന്നെ സംഭവിച്ചത്. നമ്മൾ വന്ന സമയം ശരിയല്ലണ. എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. ഞാനൊന്നും പറയണൊന്നുമില്ല. ഇവിടെ ആർക്കെങ്കിലും സന്തോഷം കിട്ടണേ കിട്ടട്ടെ. അതുകൊണ്ട് കണ്ടാ ഇപ്പൊ കുറ്റം മുഴുവൻ എൻ്റെ തലയെ കൊണ്ട് വയ്ക്കാൻ നോക്കണം. ഈ വിഷയം ആദ്യമായിട്ട് പറഞ്ഞവളാണ്. ഇതാണ് പടവലക്കാരുടെ സ്വഭാവം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. ഞാൻ അത് പറഞ്ഞാൽ ഇവിടെ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ അവനെ ഫോൺ വിളിച്ച് പറ മുടി വെട്ടണ്ടെന്ന്. അതിന്റെ ആവശ്യമില്ല അപ്പൂപ്പ. ചേട്ടൻ തന്നെ തീരുമാനം എടുത്ത് പോയതല്ലേ, അത് അതുപോലെ നടക്കട്ടെ. അണ്ണോ, നമുക്ക് വൈകുന്നേരം വരെ ഒന്നും കാക്കണ്ടാണ്. നമുക്ക് ഇപ്പോഴേ ഇറങ്ങിയാലാ. തന്നെടേ, അപ്രതീക്ഷിതനാകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം അപ്രതീക്ഷിതനായനെ. അണ്ണാ, ഞാൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഓരോത്തിനും ഓരോ സമയമുണ്ടല്ലോ. അവനിപ്പോൾ മുടി വെട്ടാൻ സമയമായി, അവൻ മുടി വെട്ടാൻ പോയി. അത് അങ്ങനെ കണ്ടാൽ മതി. മരിച്ചു ഒരുപാട് എഴുതാറുണ്ട്. കുരിപ്പ എന്തിനാണ് ഓടുന്നത്? വെറുതെ അപ്പൂപ്പനും ചിറ്റപ്പനും തന്നെ പോകാൻ തീരുമാനിച്ചാ? ഓ, പോവാൻ തീരുമാനിച്ച്. ചിറ്റപ്പൻ അവിടെ ചെന്ന് കടയിൽ എന്തൊക്കെ ഭയങ്കര പരിപാടി ഉണ്ടെന്ന്. അതേ വരുന്നു. ചിറ്റപ്പ എപ്പോഴും ഡ്രസ്സൊക്കെ മാറിയോ? ഓ മക്കളെ, മണി 2 ആയില്ലേ. ഇപ്പൊ ഊണൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ 2:30 മണിയാവും. പിന്നെ ഇവിടെ നിന്ന് 1 മണിക്കൂർ വേണ്ടി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. 4 മണിക്കല്ലേ ട്രെയിന്. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കും. ഓ, ഇങ്ങനെ പോണോ? ഇന്ന് തന്നെ പോണോടേ. ഇനി വരുമ്പോഴേ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് വരാം. അല്ലടാ സുരേന്ദ്ര? അതേനാണ്, ഒറ്റയ്ക്ക് വരാനാ ഒരു ബോർ. എന്റെ പൊന്ന് ദൈവമേ, എനിക്ക് വയ്യ, എനിക്ക് ടെൻഷൻ ആവണ ചാ. എനിക്ക് ടെൻഷനൊന്നുമില്ല. എൻ്റെ മാത്രം നിർബന്ധത്തിന് വഴങ്ങിയില്ലല്ലോ മുടി വെട്ടണത്. ഇല്ലേ, എൻ്റെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. മിണ്ടാതിരി ബാലു. ആ തൊപ്പി ഒന്ന് എടുത്തായിരുന്നെങ്കിൽ എല്ലാവർക്കും കാണാൻ. നീ കാണാണ്ട കാഴ്ചയാണ്. നോക്കടാ. എന്താ കത്രിക്ക് മുടി പിടിച്ചില്ലടാ കള്ള. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വെട്ടൂലെന്ന്. ഇവന്റെ ആടാ എന്താ കള്ള? അച്ഛാ അങ്ങനെ പറയല്ല അച്ഛാ. ഞാൻ മനസ്സ് ഉറപ്പിച്ചിട്ടാണ് ഞാൻ മുടി വെട്ടാൻ പോയത്. എൻ്റെ അമ്മയാണ് സത്യമായിട്ടുമ്മ. പക്ഷെ ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ അവിടെ ചെന്ന് അപ്പൂപ്പ ഇവിടെ ഒരു ചേട്ടനുണ്ട്, സ്പാ നടത്തുന്ന ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും എൻ്റെ മുടി വെട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവിടെ ചെന്ന് വെട്ടാന്ന് വാക്ക് കൊടുത്തു പോയി. അവിടെ തുറന്നിട്ടില്ല. അത് ചവിട്ടി പൊളിച്ച് കയറി എനിക്ക് മുടി വെട്ടാൻ പറ്റുമോ? ഞാൻ സത്യമായിട്ട് വെട്ടാൻ പോയത് വെച്ചാൽ എന്നെ വിശ്വസിക്കും, സത്യമായിട്ടും. പിന്നെ ഇന്നത്തെ മനസ്സെനിക്ക് നാളെ കിട്ടുമെന്ന് അറിയില്ല. കിട്ടൂലടാ, കിട്ടൂല. നിന്റെ മനസ്സിന് മുടി വെട്ടാൻ പോകണമെന്ന് തോന്നുമ്പോഴൊക്കെ അന്ന് ഞായറാഴ്ച ആയിരിക്കൂടാ. ഇന്ന് ഞായറാഴ്ച എന്ന് അറിഞ്ഞിട്ട് മനപ്പുറം മുടി വെട്ടാൻ പോകണം. കടാ കള്ള. എടാ നീ എൻ്റെ എല്ലാവരും കണ്ണിപ്പൊട്ടിയിട്ടാണ്. എടാ ഞാൻ ചാവാൻ പോകണമെന്ന് പറഞ്ഞാൽ പോലും നീ മുടി വെട്ടൂല. നീ മുടി വെട്ടൂല. നീ വളർത്തി നീ നാശക്കോട്ടാക്കി നാരായ വേറെ നീ എന്താ? എന്തിനാണ് പ്രാകണത്? രാവിലെ തുടങ്ങിയതല്ലേ പ്രാക്ക്. എടി നീ പോടി. എടി നിന്നെ മണ്ടിയാക്കാൻ പറ്റും, പക്ഷെ ബാലുനെ മണ്ടനാക്കാൻ പറ്റില്ല. കേട്ടടാ? കൊള്ളടാ, നല്ല പരിപാടി, കൊള്ളാം. പിന്നെ തിരുമാനി വെട്ട് അച്ഛാ, വെട്ടച്ചാ. ഞാൻ പറഞ്ഞ അമ്മ സത്യമായിട്ട് ഞാൻ വെട്ടാൻ വേണ്ടി പോയതാ. പക്ഷെ നീ ഞായറാഴ്ചയായിരുന്നു. എനിക്ക് സ്വയമായിട്ട് എനിക്ക് വെട്ടാൻ തോന്നുന്നു. എനിക്ക് വെട്ടാൻ അറിയില്ല. അച്ഛൻ ഒരു കാര്യം ചെയ്യും, വെട്ട്. അമ്മ വെട്ടാൻ പറഞ്ഞ അച്ഛാ, വെട്ടിച്ചാ. അച്ഛൻ വെട്ടിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എടുത്ത തീരുമാനം ഉറച്ച തീരുമാനമാണ്. വെട്ടിക്കോ, വെട്ടിക്കോ. പറയല്ലേ വെട്ടണ. ഞാൻ വായിക്കൊണ്ടിരിക്കുന്നത് വെട്ടലാ. വെട്ടി തള്ളച്ചാ.
അതാണ് ഇത്ര നേരം വെട്ടി തുടങ്ങിയില്ല വെട്ടച്ചാ വെട്ട് 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 ഇത് കൈ കറക്കണത് പോയെടുത്ത് എൻ്റെ പിള്ളേരെ കഴുത്ത് വെട്ടുന്ന സംഭവമാണ് അറിയാ മക്കളെ നീ വളർത്തടാ നീ വളർത്തി 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 നിന്നെ കാണരുത് മുടി മാത്രമേ കാണാവൂ നീ മുടിയിൽ അലിഞ്ഞു പോകണം കേട്ടാ മക്കളെ വളർത്ത് അച്ഛന് ഒരു കുഴപ്പമില്ല മക്കളെ ഇഷ്ടംപോലെ വളർത്തിക്കോ കേട്ടാ പക്ഷേ അച്ഛൻ ആയുധം എടുത്താ രക്തം കണ്ടേ അടങ്ങും കത്തി എടുത്താ അച്ഛന് മുടി വെട്ടണം എന്താണ് ഇതിലല്ല ഇതിലൊന്നുമില്ല ഇത് മതി